ഹായ് ഹലോ നമസ്കാരം. ഏവർക്കും PSC മൈൻഡ് ബൂസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത SCERT സീരീസിൻ്റെ മറ്റൊരു ഭാഗമാണ് ഇന്ന് പരിചയപ്പെടുന്നത്. നമ്മൾ ഓൾറെഡി 7ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ കുറച്ച് ചാപ്റ്റേഴ്സൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ട്. അതിൽ സോഷ്യൽ സയൻസിൽ അവസാനത്തെ ചാപ്റ്റർ മാത്രമാണ് ഇനി അങ്ങോട്ടേക്ക് പരിചയപ്പെടാനുള്ളത്. നമുക്ക് ഏത് ഭാഗമാണ് പരിചയപ്പെടാനുള്ളത് നോക്കിയാലോ. ഇതാ നോക്കിയേ, പരിചയപ്പെടാനുള്ള ഭാഗം എന്ന് പറയുന്നത് നമ്മൾ 11 ചാപ്റ്റേഴ്സ് പരിചയപ്പെട്ടു. സ്ഥിരമായിട്ട് PSC പരീക്ഷകളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഈ ഭാഗത്ത് നിന്ന് വരാറുണ്ട്. ആരോ കമൻറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ രീതിയിൽ പ്രീവിയസ് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങൾ ഒന്ന് സൂചിപ്പിക്കാൻ. നമുക്ക് ചെയ്യാം, ആ രീതിയിൽ സൂചിപ്പിച്ച് മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ചാപ്റ്റർ 12ാമത്തെ ചാപ്റ്ററിൻ്റെ പേരാണ് ചരിത്രത്തിലെ അല്ലെങ്കിൽ ചരിത്രത്തിൻ്റെ ആധാരശിലകൾ. അപ്പോൾ ഈ ഭാഗത്തിൽ പരിചയപ്പെടാനുള്ളത് പ്രധാനമായിട്ടും ചരിത്ര രചനയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ചരിത്ര രചനയായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം തന്നെ എന്ത് മനസ്സിലാക്കണം, എന്താണ് ചരിത്രം, അതേപോലെ തന്നെ എന്താണ് പ്രാദേശിക ചരിത്രം. അങ്ങനെ രണ്ട് കൺസെപ്റ്റുകൾ ഈ പാഠഭാഗത്തിൽ ആദ്യം തന്നെ കൊടുത്തേക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ ഭാഗം ഒന്ന് പരിചയപ്പെടുകയാണ്, ചരിത്രം എന്താണ്, പ്രാദേശിക ചരിത്രം എന്താണെന്നുള്ളത്. ഓക്കെ, അവിടെ മനസ്സിലാക്കി വെക്കേണ്ടത് വിശാലമായിട്ടുള്ള പ്രദേശം അല്ലെങ്കിൽ നാട്, ഓക്കെ, അല്ലെങ്കിൽ രാജ്യം, ഇതിൻ്റെയൊക്കെയോ അല്ലെങ്കിൽ സംഭവങ്ങളുടെയോ ചരിത്രം രേഖപ്പെടുത്തുന്നതാണ് നമ്മൾ മെയിനായിട്ടും ചരിത്രത്തിൽ ചെയ്യുന്നത്. എന്നാൽ പ്രാദേശിക ചരിത്രം അങ്ങനെയല്ല. പ്രാദേശിക ചരിത്രം എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട്, അതായത് ലോക ചരിത്രം, രാജ്യചരിത്രം, പ്രവിശ്യ ചരിത്രം എന്നിവയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെറിയൊരു ഭൂപ്രദേശത്തിൻ്റെ വിഷയങ്ങളുമായിട്ടോ സംഭവങ്ങളുമായിട്ടോ സൂക്ഷ്മമായിട്ടുള്ള ചരിത്രാന്വേഷണമായിരിക്കും. അപ്പോൾ ഒന്ന് വിശാലമായിട്ടുള്ള രീതിയിലുള്ള ഒരു അന്വേഷണമായിരിക്കും, അടുത്തായിട്ട് എന്തായിരിക്കും, ചെറിയ പ്രദേശങ്ങളുടേതായിരിക്കും എന്നുള്ളൊരു വ്യത്യാസം മനസ്സിലാക്കി വെച്ചോളാം. ഓക്കെ, പിന്നെ ചരിത്രം രചിക്കപ്പെടുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി വെക്കണം. അതായത് എഴുതപ്പെട്ട രേഖകൾ ഉണ്ടാവും, അതേപോലെ തന്നെ പുരാവസ്തു തെളിവുകൾ ഉണ്ടാവും, ചരിത്ര അവശേഷിപ്പുകൾ ഉണ്ടാവും. ഓക്കെ, അവ ഉപയോഗപ്പെടുത്തിയാണ് ചരിത്രം നിർമ്മിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. കിട്ടിയല്ലോ, സിമ്പിൾ അല്ലേ? ഓക്കെ, എന്നാൽ പ്രാദേശിക ചരിത്രമാണെങ്കിലോ അത് പ്രാദേശിക ആഘോഷങ്ങൾ, രുചിശീലങ്ങൾ, ആചാരാനുഷ്ഠാനങ്ങൾ, വാമൊഴി വഴക്കങ്ങൾ, ഇതൊക്കെയാണ് ചരിത്ര രചനയുടെ ഭാഗമായിട്ട് മാറുന്നത്. അങ്ങനെയാണ് പ്രാദേശിക ചരിത്രം രചിക്കുന്നത്. ഓക്കെ, ഇതേപോലെ തന്നെ നമ്മുടെ ചരിത്രം രചിക്കുന്ന സമയത്ത് ഒരു വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ടാവും. അതായത് ഭൂതകാല സംഭവങ്ങൾ, സംസ്കാരങ്ങൾ, സമൂഹങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ഒരു വിശാലമായ കാഴ്ചപ്പാട് ഏതിലുണ്ടാവും, ചരിത്രത്തിലുണ്ടാവും. എന്നാൽ പ്രാദേശിക ചരിത്രത്തിൽ അങ്ങനെയല്ല. അതെങ്ങനെയായിരിക്കും, ചരിത്രത്തെ ജനാധിപത്യവൽക്കരിച്ച് മുഖ്യധാരാ ചരിത്രത്തിൽ ഇടം കിട്ടാതെ പോയിട്ടുള്ള പ്രദേശങ്ങൾ, അതേപോലെ തന്നെ ജനവിഭാഗങ്ങൾ, സംഭവങ്ങൾ, ഓക്കെ, അതേപോലെ തന്നെ അർഹമായ പ്രാതിനിധ്യം കിട്ടാതെ പോയിട്ടുള്ള പ്രദേശങ്ങൾ, ഓക്കെ, ആ രീതിയിലുള്ള പ്രദേശങ്ങൾക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലായിരിക്കും ഏതുണ്ടാവുക, പ്രാദേശിക ചരിത്രം ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ചരിത്രവും പ്രാദേശിക ചരിത്രവും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ഇവിടെ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഓക്കെ, കാര്യം കിട്ടിയല്ലോ, സിമ്പിളായിട്ടുള്ള പോയിന്റ്സ് അല്ലേ? ഓക്കെ, പിന്നെ അടുത്തായിട്ട് ചരിത്ര രചനയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ചരിത്ര രചനയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള ആദ്യ ഭാഗം എന്താണ് ചരിത്ര സ്രോതസ്സുകൾ എന്നാണ്. ഓക്കെ, സിമ്പിളാണ്. അതായത് ചരിത്ര സ്രോതസ്സുകൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണോ ചരിത്ര രചനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് അതിനെയാണ് എന്ത് വിളിക്കുന്നത്, ചരിത്ര സ്രോതസ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതായത് ചരിത്ര രചനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഏതൊരു വസ്തുവും എന്താണ്, ഒരു ചരിത്ര സ്രോതസ്സാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അങ്ങനെയുള്ള ചരിത്ര സ്രോതസ്സുകൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെട്ടാലോ. നോക്കി, ഇതാ അതിൽ സ്മാരകങ്ങൾ കാണാം, ഓക്കെ, ഗുഹകൾ കാണാം, പുരാലിഖിതങ്ങൾ കാണാം, കൊട്ടാരങ്ങൾ കാണാം, നാണയങ്ങൾ കാണാം. ഇതൊക്കെയാണ് എന്ത്, പുരാവസ്തു ശാസ്ത്രപരമായ ചരിത്ര സ്രോതസ്സുകൾ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ചരിത്ര സ്രോതസ്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പല രീതിയിലുള്ള സ്രോതസ്സുകൾ ഉപയോഗപ്പെടുത്താം. ഓക്കെ, അതിൽ പ്രധാനപ്പെട്ടവ എന്ന് പറയുമ്പോൾ പുരാവസ്തുക്കളാണ്. പുരാവസ്തുക്കൾ ചരിത്ര സ്രോതസ്സിൽ പറയാം, സ്മാരകങ്ങൾ പറയാം, സാഹിത്യ കൃതികൾ പറയാം, സഞ്ചാരക്കുറിപ്പുകൾ പറയാം, പത്രങ്ങൾ പറയാം, ഔദ്യോഗിക രേഖകൾ പറയാം. ഓക്കെ, ഇതിൽ നമുക്ക് പഠിക്കാനുള്ള ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് പുരാവസ്തു ശാസ്ത്രപരമായ സ്രോതസ്സിനെ കുറിച്ചാണ് ഞാൻ ആദ്യം തന്നെ പോകുന്നത്. ഓക്കെ, അതിൽ പ്രധാനപ്പെട്ട കുറച്ച് ചിത്രങ്ങളൊക്കെ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഒന്നാമത്തെ നിങ്ങൾ കാണുന്ന ചിത്രമാണ് കുടക്കല്ല്. ഓക്കെ, അതേപോലെ തന്നെ തൊപ്പിക്കല്ല്, അതേപോലെ തന്നെ മുനിയറ. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഏതിന് എക്സാമ്പിളായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്, ശിലാസ്മാരകങ്ങൾക്ക് എക്സാമ്പിളായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്. കിട്ടുമല്ലോ. അപ്പോൾ ഇതൊക്കെ ഏതിന് എക്സാമ്പിളാണ് എന്ന രീതിയിൽ ഒരു പക്ഷേ ചോദിക്കാം കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ എക്സാമ്പിൾ ഏതൊക്കെ എന്ന രീതിയിലൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം കുടക്കല്ല്, തൊപ്പിക്കല്ല്, മുനിയറ, ഇതൊക്കെ ഏതിന് എക്സാമ്പിളാണ്, അത് ശിലാസ്മാരകങ്ങൾക്ക് എക്സാമ്പിളാണ്, അല്ലെങ്കിൽ പുരാവസ്തു ശാസ്ത്രപരമായിട്ടുള്ള സ്രോതസ്സിൽ ശിലാസ്മാരകങ്ങൾ എക്സാമ്പിളാണ്. കിട്ടിയല്ലോ. ഓക്കെ, പിന്നെ അടുത്തായിട്ട് നന്നങ്ങാടികൾ എന്ന
ഭാഗം പറയുന്നുണ്ട്. നന്നങ്ങാടികളെ കുറിച്ച് അറിയാവോ നിങ്ങൾക്ക്? സിമ്പിൾ ആട്ടോ. നന്നങ്ങാടികൾ എന്ന് പറയുന്നത് മഹാശിലാ കാലഘട്ടത്തിന്റെ ഒരു അവശേഷിപ്പാണിത്. അതായത് ആ സമയത്തൊക്കെ ശവസംസ്കാരത്തിന് ഉപയോഗിച്ചിരുന്ന വലിയ കളിമൺ ഭരണിയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാം, ചിത്രത്തിൽ കാണാം, എന്ത് ഒരു കളിമൺ ഭരണിയൊക്കെ അവിടെ കാണാം. ഓക്കെ, അതായത് ഭൗതിക അവശിഷ്ടം അടക്കം ചെയ്ത് മണ്ണിനടിയിൽ മൂടുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഓക്കെ, ആ സമയത്ത് ഉപയോഗിച്ചിരുന്ന ആ കളിമൺ ഭരണിയാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നത്. നന്നങ്ങാടികൾ എന്ന് പറയുന്ന ഏതിന് എക്സാമ്പിളാ? മഹാശിലാ കാലഘട്ടത്തിന് എക്സാമ്പിളാ കേട്ടോ. ഓക്കെ, ഓർത്ത് വെച്ചോളണേ. അപ്പൊ എന്താന്നുള്ള കാര്യം പിടികിട്ടിയല്ലോ. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ഗുഹകളെ കുറിച്ചാണ്. ഓക്കെ, ഗുഹകളിൽ പ്രധാനപ്പെട്ട കുറച്ച് ഗുഹകളെ കുറിച്ചൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഒരു പക്ഷേ അത് ഏത് ജില്ലയിലാണ് ഉൾപ്പെടുന്നത് എന്ന രീതിയിൽ ഒരു പക്ഷേ PSC ചോദിക്കാം. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കുക, എടക്കൽ ഗുഹ. എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയുടെ ഭാഗം കേട്ടോ. അതേപോലെ തന്നെ മറയൂർ എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയുടെ ഭാഗമാണല്ലോ. ഇടുക്കി ജില്ലയിലാണ് മറയൂർ എന്ന് പറയുന്ന ആ ഗുഹയുള്ളത്. ഓക്കെ, തിരുവനന്തപുരം ജില്ലയുടെ ഭാഗമായിട്ടാണ് ആങ്കോട് തിരുവനന്തപുരം. അതേപോലെ തന്നെ തെന്മല, കോട്ടുക്കൽ എന്ന് പറയുന്നതൊക്കെ കൊല്ലം ജില്ലയിലെ പ്രധാനപ്പെട്ട ഗുഹകളാണ്. കിട്ടിയോ? എടക്കൽ വയനാട്, മറയൂർ ഇടുക്കിയിൽ, ആങ്കോട് തിരുവനന്തപുരം, തെന്മല, കോട്ടുക്കൽ അത് കൊല്ലം ജില്ലയുടെ ഭാഗമായി. കിട്ടിയല്ലോ? ആ രീതിയിലുള്ള കുറച്ച് ഗുഹകളെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഏത് ജില്ലയുടെ ഭാഗമാണ് എന്നുള്ള കാര്യം ഒന്ന് കണക്ട് ചെയ്ത് പോയിക്കൊള്ളാം. ഓക്കെ, അങ്ങനെ ഇത്ര ചരിത്ര പ്രാധാന്യമുള്ള പുരാവസ്തുക്കളെ സംരക്ഷിക്കുന്നത് ആരാ? അതാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ഓക്കെ, അതാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്ഥാപനം ഇതിനൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതേപോലെ തന്നെ കേരളത്തിലാണെങ്കിലോ ആർക്കിയോളജി വകുപ്പും ഉണ്ട് അല്ലെ. ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള പുരാവസ്തുക്കളെ സംരക്ഷിക്കുന്ന പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ. ഓർത്ത് വെച്ചാൽ മതി. അത്ര ഇമ്പോർട്ടൻസ് ഈ ഭാഗത്ത് നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഗുഹകളുടെ പേരുകൾ അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കൃത്യമായിട്ട് കണക്ട് ചെയ്ത് വെച്ചുകൊള്ളാം. ഓക്കെ, നമുക്ക് അവിടെ പാഠപുസ്തകത്തിൽ എടക്കൽ ഗുഹയുടെ ഒരു ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം എടക്കൽ ഗുഹ. ഓക്കെ, എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു വയനാട് ജില്ലയിലാണ്. ഓക്കെ, ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, ഇത് സുൽത്താൻ ബത്തേരിയിലാണ് സ്ഥിതി ചെയ്യുന്നത് മനസ്സിലാക്കി വെക്കുക. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ അകലെയാണ് സുൽത്താൻ ബത്തേരി താലൂക്കിന്റെ ഭാഗമായിട്ട് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത്? പ്രാചീന മനുഷ്യർ ഉപയോഗിച്ചിരുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ഗുഹകൾ ഒന്നാന്ന് മനസ്സിലാക്കി വെക്കുക. അതേപോലെ തന്നെ ചുമരുകളിൽ കൊത്തിയെടുത്ത ഗുഹാചിത്രങ്ങൾ കാണാം. അതേപോലെ തന്നെ ശിലായുഗ മനുഷ്യരെക്കുറിച്ചും അവരുടെ നിന്നുള്ള വിവരങ്ങളൊക്കെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഏത് ഉപകരിക്കും? ഈ എടക്കൽ ഗുഹ ഉപകരിക്കും. ഓക്കെ, അതായത് പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് പ്ലേസും കൂടിയാണ് നിലവിൽ ഏത് എടക്കൽ ഗുഹ. അപ്പോൾ ഏത് ജില്ലയിൽ ഏത് താലൂക്കിൽ എന്ന രീതിയിലൊക്കെ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അല്ലാതെ വേറൊരു കാര്യം ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കി വെക്കാനില്ല. അങ്ങനെ ഒരു പോയിന്റ് നമുക്ക് PSC പോയിന്റ് ഓഫ് വ്യൂവിൽ ഓർത്ത് വെച്ചോളാം. ഓക്കെ, പിന്നെ പുരാലിഖിതങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. കുറച്ച് ചിത്രങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ലോഹ തകിടുകൾ കാണാം, ശിലകൾ കാണാം, ഓലകൾ കാണാം. ഓക്കെ, ഇതൊക്കെ പുരാലിഖിതങ്ങൾക്ക് എക്സാമ്പിൾ ആട്ടോ. പുരാലിഖിതങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? കൊത്തിവെച്ചതാവാം, ഓക്കെ, അല്ലെങ്കിൽ വരച്ചതാവാം. ഓക്കെ, ആ രീതിയിലുള്ള സന്ദേശമാവാം, അല്ലെങ്കിൽ വാചകമാകാം. അതിനെയാണ് എന്ത് പറയുന്നത്? പുരാലിഖിതങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഏതൊക്കെയാണ് എക്സാമ്പിൾ വരുന്നത് എന്നുള്ള കാര്യം ഒന്ന് പരിചയപ്പെട്ടു പോകുന്നു. കിട്ടിയല്ലോ? ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാനേ ഉള്ളൂ, കേട്ടിരുന്ന് പോയിക്കൂടാ. ഓക്കെ, പക്ഷെ അടുത്തായിട്ട് വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്, ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആട്ടോ. ഓക്കെ, ശിലകള്, ഓക്കെ, അല്ലെങ്കിൽ ലോഹ തകിടുകള്, ഓലകൾ തുടങ്ങിയവയിലെ എഴുത്തുകളെ കുറിച്ചുള്ള പഠനമാണ് എപ്പിഗ്രാഫി. എന്താണ്? എപ്പിഗ്രാഫി അല്ലെങ്കിൽ ലിഖിത പഠനം എന്ന് മലയാളം. ഓക്കെ, ഇംഗ്ലീഷ് ടേം ആണ് ചോദിച്ചത് കേട്ടോ. എപ്പിഗ്രാഫി എന്ന് പറഞ്ഞാൽ എന്താ? ശിലകള്, ലോഹത്തകിടുകള്, ഓലകള് തുടങ്ങിയവയിലെ എഴുത്തുകളെ കുറിച്ചുള്ള പഠനമാണ് ഏത്? എപ്പിഗ്രാഫി. ഓർത്ത് വെക്കാൻ പറ്റിയല്ലോ. ഓക്കെ, സിമ്പിൾ ആണ്. ഓക്കെ, പിന്നെ അടുത്തായിട്ട് പ്രധാനപ്പെട്ട ഒരു ചരിത്ര സ്രോതസ്സാണ് കുറച്ച് ശാസനങ്ങൾ. ഓക്കെ, അല്ലെങ്കിൽ കുറച്ച് ലിഖിതങ്ങൾ. ആ ലിഖിതങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ശാസനങ്ങൾ. ഓക്കെ, അതിൽ ഒന്നാമത്തെ കാര്യമാണ് തരിസാപ്പള്ളി ശാസനം. ഓക്കെ, തരിസാപ്പള്ളി ശാസനം എവിടെയാ? കൊല്ലം ജില്ലയിലുള്ള കേട്ടോ. ഓക്കെ, അതേപോലെ തന്നെ ജൂതശാസനം മട്ടാഞ്ചേരി. ജൂതത്തെരുവൊക്കെ എവിടെയുള്ളത്? അത് മട്ടാഞ്ചേരി കേട്ടോ. അപ്പം മട്ടാഞ്ചേരിയിലാണ് ജൂതശാസനം മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ പാലിയ ശാസനം കിട്ടിയിട്ടുള്ളത് അത് എവിടുന്നാ? ആലപ്പുഴയിൽ നിന്നാണ് കേട്ടോ. ആലപ്പുഴയിൽ നിന്നാണ് പാലിയം ശാസനം കിട്ടിയിട്ടുള്ളത്. കിട്ടിയല്ലോ? ഓക്കെ, അതൊക്കെ പുരാതന ലിഖിതങ്ങളാന്ന് മനസ്സിലാക്കി വെച്ചോളാം. ഓക്കെ, പിന്നെ അടുത്തായിട്ട് കേരളത്തിൽ ഇത് സംരക്ഷിക്കുന്ന ആരാ? കേരള ആർക്കൈവ്സ് വകുപ്പാണ് എന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതൊന്നും വേണ്ട ആവശ്യമില്ല, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണത്. ഓക്കെ, ആ കാര്യം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, പിന്നെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കോട്ടയെ കുറിച്ച് പാഠപുസ്തകത്തിൽ പരാമർശിക്കുന്നു, ബേക്കൽ കോട്ട. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതായത് കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട, കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയാണ് ഇതെന്ന് മനസ്സിലാക്കി വെച്ചോളാം. ഓക്കെ,
പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, അതേപോലെ തന്നെ 17ാം നൂറ്റാണ്ടിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഓക്കെ, സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? കാസർഗോഡ് ജില്ലയുടെ ഭാഗം. ഓക്കെ, കാസർഗോഡ് ജില്ലയുടെ ഭാഗമായിട്ടാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്, മനസ്സിലാക്കി വെക്കുക. ഈ കോട്ടയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പല രീതിയിലുള്ള സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഓക്കെ, പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്ന് പറയുന്ന ആയുധപ്പുര കാണാൻ പറ്റും. അതേപോലെ തന്നെ കടലിലേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ കിളിവാതിൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ കടൽ വഴി വരുന്ന ശത്രുക്കളെ നേരിടാനുള്ള ഇടങ്ങൾ കാണാൻ പറ്റും. രഹസ്യ ഭൂഗർഭ അറകളുണ്ട്. അങ്ങനെ പല സംഭവങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. നമുക്ക് ഇവിടെ കിട്ടേണ്ട മെയിൻ ആയിട്ടുള്ള പോയിന്റ്, കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയാണ് ഏത്? ബേക്കൽ കോട്ട. അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കാസർഗോഡ് ജില്ലയിലാണ്. അതേപോലെ തന്നെ ഇത് പള്ളിക്കര വില്ലേജിലാണെന്നും കൂടെ പറയുന്നുണ്ട്, ഓർത്ത് വെച്ചോളെ. ഒരു പക്ഷേ പ്രസ്താവനയിലൊക്കെ ആ സ്ഥലം ചോദിക്കാം. ഓക്കെ, അപ്പോൾ പള്ളിക്കര വില്ലേജിലാണെന്ന് മനസ്സിലാക്കി വെക്കുക. നിർമ്മിച്ച നൂറ്റാണ്ട് ഏതാ? 17ാം നൂറ്റാണ്ടിലാണ്. ഓർത്ത് വെക്കാൻ പറ്റുമല്ലോ. ഓക്കെ, അടുത്ത ഭാഗത്തേക്ക് നമ്മൾ പോകുന്നു, അതായത് നാണയങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ് നാണയങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ന്യൂമിസ്മാറ്റിക്സ്. എന്താണ്? ന്യൂമിസ്മാറ്റിക്സ്. ന്യൂമിസ്മാറ്റിക്സ് എന്ന് പറയുന്നത് എന്താ? ന്യൂമിസ്മാറ്റിക്സ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ എന്താ? അതാണ് നാണയങ്ങളെ കുറിച്ചുള്ള പഠനം കേട്ടോ. ഓക്കെ, പ്രധാനപ്പെട്ട ഒരു ചരിത്ര സ്രോതസ് തന്നെയാണ് ഇത് നാണയങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പരാമർശിക്കുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് കേട്ടിരുന്ന് പോവാം. ഓക്കെ, പിന്നെ അടുത്തായിട്ട് വീരരായൻ പണത്തെക്കുറിച്ച് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ കണക്ട് ചെയ്യേണ്ട കാര്യം വീരരായൻ പണം എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. അതായത് സാമൂതിരിയുടെ കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന പണമാണ് അല്ലെങ്കിൽ നാണയമാണ് വീരരായൻ പണം. അപ്പോൾ കോഴിക്കോട് ആസ്ഥാനമായിട്ടായിരുന്നു ആരുണ്ടായിരുന്നത്? സാമൂതിരി ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പണമാണ് ഏത്? വീരരായൻ പണം. കിട്ടിയല്ലോ. പിന്നെ അടുത്തായിട്ട് ഇതിൽ രണ്ട് രീതിയിലുള്ള വീരരായൻ പണം ഉണ്ട് കേട്ടോ. പഴയ വീരരായനും പുതിയ വീരരായനും ഒക്കെ ഉണ്ട്. ഓക്കെ, ജസ്റ്റ് കാര്യങ്ങളെന്ന് കേട്ടാൽ മതി, വേറെ ഒന്നുമില്ല അതിനകത്ത്. ഓക്കെ, പിന്നെ അടുത്തായിട്ട് ഇത് അച്ചടിച്ചിറക്കാൻ തുടങ്ങിയത് 1667 കാലഘട്ടത്തിലാന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഇതിന്റെ മറ്റൊരു പേരും കൂടി മനസ്സിലാക്കി വെക്കുക, പൊൻപണം. ഓക്കെ, വീരരായൻ പണത്തെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പൊൻപണം. അതായത് വിദേശീയർ വിളിച്ചാട്ടോ, വിദേശീയർ വിളിച്ച പേരാണെന്ത്? പൊൻപണം. ഓക്കെ, അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട അടയാളങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് നാമക്കുറി, അതായത് വൈഷ്ണവർ ഉപയോഗിച്ചിരുന്ന അതായിരുന്നു ഏത്? നാമക്കുറി. അതേപോലെ തന്നെ സൂര്യന്റെ അടയാളം, അതേപോലെ തന്നെ സിംഹത്തിന്റെ അടയാളം. ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് കാണപ്പെടുന്ന പ്രധാനപ്പെട്ട അടയാളങ്ങൾ അല്ലെങ്കിൽ ചിഹ്നങ്ങളൊക്കെ. ഓക്കെ, ഏതെങ്കിലും പണം എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പൈസ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ചിഹ്നങ്ങളൊക്കെ ഉണ്ടാവില്ല. ആ രീതിയിലാണ് എന്ത് മനസ്സിലാക്കി വെക്കേണ്ടത്? നമ്മൾ ഈ വീരരായൻ പണത്തിലെ ചിഹ്നങ്ങളെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. കിട്ടിയോ? ഓക്കെ, പിന്നെ അടുത്തായിട്ട് പ്രധാനപ്പെട്ട കെട്ടിടങ്ങളെ കുറിച്ച് നമ്മൾ നോക്കുന്നു, അല്ലെങ്കിൽ ചരിത്ര സ്മാരകങ്ങളെ കുറിച്ച് നോക്കുന്ന സമയത്ത് അതിൽ പ്രധാനപ്പെട്ട എക്സാമ്പിൾ ആണ് തളി ക്ഷേത്രം, മിഷ്കാൽ പള്ളി, അതേപോലെ തന്നെ ദേവാമാതാ കത്രിയിടല്, അതേപോലെ തന്നെ വിവിധ തരത്തിലുള്ള കടൽപ്പാലങ്ങൾ. ഇതൊക്കെ ചരിത്ര സ്മാരകങ്ങൾക്ക് എക്സാമ്പിളാണ്. ഓക്കെ, ജസ്റ്റ് ആ പിക്ചർ ഒന്നൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തു എന്ന രീതിയിലേ ഉള്ളൂ. ആ പാഠപുസ്തകത്തിൽ പറഞ്ഞുകൊണ്ട് ഞാനൊന്ന് എന്ത് ചെയ്യുന്നു, ആ രീതിയിലൊന്ന് പരാമർശിച്ച് പോകുന്നു. പക്ഷെ അടുത്തായിട്ട് ഇതാ ചരിത്ര സ്മാരകങ്ങളിൽ അത് ഏതൊക്കെ ജില്ലകളിലാണെന്നുള്ള രീതിയിൽ PSC ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിൽ കൊടുത്തിരിക്കുന്ന കാര്യം ഞാൻ നിങ്ങൾക്ക് ഒന്ന് മാർക്ക് ചെയ്ത് തരുന്നത്. ഒന്നാമത്തെ കാര്യം കരുമാടിക്കുട്ടൻ സ്മാരകം. ഏത് ജില്ലയിലാണ്? കരുമാടിക്കുട്ടൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അതേപോലെ തന്നെ ചന്ദ്രഗിരി കോട്ട, ഓക്കെ, ബേക്കൽ കോട്ട, ചന്ദ്രഗിരി കോട്ട, ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയുടെ ഭാഗമായിട്ടാണ്. ഓക്കെ, ഇതേപോലെ തന്നെ പുനലൂർ തൂക്കുപാലം. ഓക്കെ, അതായത് കല്ലട നദിക്ക് കുറുകെയുള്ള തൂക്കുപാലമാണ് അല്ലേ. അപ്പം ഇന്ത്യയിൽ തന്നെ ഏറ്റവും ആദ്യമായിട്ട് നിർമ്മിച്ച തൂക്കുപാലമാണ് ഏത്? പുനലൂർ തൂക്കുപാലം. ഓക്കെ, അത് ഏത് ജില്ലയുടെ ഭാഗം? കൊല്ലം ജില്ലയുടെ ഭാഗം കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ തൂക്കുപാലം ഏതൊക്കെ എന്നുള്ള രീതി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പുനലൂർ തൂക്കുപാലം എന്ന് മനസ്സിലാക്കി വെച്ചോളാം. ഓക്കെ, പിന്നെ സിനഗോഗ് എന്ന് പറയുന്നത് അത് എറണാകുളം ജില്ലയുടെ ഭാഗം കേട്ടോ. എറണാകുളം ജില്ലയുടെ ഭാഗമായിട്ടാണ് സിനഗോഗ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വാഗൺ ട്രാജഡി. ഓക്കെ, സ്മാരകം. ഓക്കെ, ആ മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? യെസ്, അത് തിരൂര് അല്ലെങ്കിൽ മലപ്പുറം ജില്ലയുടെ ഭാഗമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അതൊക്കെ ഇന്ന ജില്ലയിലാണ് എന്നുള്ള കാര്യമാണ് പറഞ്ഞു പോയേക്കുന്നത്. അപ്പോൾ കരുമാടിക്കുട്ടൻ എവിടെയാ? ആലപ്പുഴ. ചന്ദ്രയിക്കോട്ട എവിടെയാ? കാസർഗോഡ്. പുനലൂർ തൂക്കുപാലം എവിടെയാ? കൊല്ലത്ത്. സിനഗോഗ് എവിടെയാ? എറണാകുളത്ത്. വാഗൺ ട്രാജഡി സ്മാരകം എവിടെയാ? അത് മലപ്പുറത്താണ്. മനസ്സിലാക്കി വെക്കുക. സിമ്പിൾ അല്ലേ കാര്യങ്ങൾ? ഓർത്ത് വെച്ചോളണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റാർ ഇട്ട് പഠിച്ചോളാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, ഒട്ടുകളയരുത്. ഓക്കെ, നെക്സ്റ്റ് അടുത്തായിട്ട് സംഘസാഹിത്യ കൃതികൾ. ഓക്കെ, ആ രീതിയിൽ സംഘസാഹിത്യ കൃതികളിൽ പ്രധാനപ്പെട്ടതാണല്ലോ പതിറ്റുപത്ത്, പുറനാനൂറ്, അകനാനൂറ്, കുറുന്തകി, നറ്റിനി.
ഓക്കെ, അങ്ങനെയുള്ള സംഘകാല കൃതികളെ കുറിച്ചൊക്കെ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, ആ രീതിയിൽ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോളാം ആ സംഘ സാഹിത്യ കൃതികൾ. ഓക്കെ, ഏതൊക്കെയാ? പതിറ്റുപ്പത്ത്, പുറനാനൂറ്, അകനാനൂറ്, കുറുന്തൊകൈ, നറ്റിനെ എന്ന രീതിയിലൊക്കെയാണ് പ്രധാനപ്പെട്ട സംഘസാഹിത്യ കൃതികൾ കേട്ടോ. ഓക്കെ, ആ രീതിയിൽ ചരിത്ര സ്രോതസ്സിന് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. കിട്ടി? ഓക്കെ, നെക്സ്റ്റ് അടുത്ത കാര്യം നമ്മൾ ഈ ഭാഗത്ത് മനസ്സിലാക്കി വെക്കേണ്ടത് AD 12-15 നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട മണിപ്രവാള കൃതികളെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ മണിപ്രവാള കൃതികൾ രചിക്കപ്പെട്ട കാലഘട്ടം ഏതാ? AD 12-15 നൂറ്റാണ്ടിലാണ് അല്ലേ? 12-15 നൂറ്റാണ്ടിലാണ് അത് രചിക്കപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, കിട്ടുമല്ലോ. ഓക്കെ, അപ്പോൾ ഈ മണിപ്രവാള കൃതികൾ എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലെ നാടുവാഴി വ്യവസ്ഥയെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും നമുക്ക് വിവരം നൽകുന്നതാണ്, മനസ്സിലാക്കി വെച്ചുള്ള. ഇതേപോലെ തന്നെ മലബാറിനെ കുറിച്ച് വിവരം നൽകുന്നതാണ് ഏത്? വടക്കൻ പാട്ടുകൾ. ഓതേനൻ്റെയും ഒക്കെ കഥ പറയുന്ന ഏത് വടക്കൻ പാട്ടുകളൊക്കെ ഏതിൻ്റെ ഭാഗമാണ്? ചരിത്ര സ്രോതസ്സിൽ മലബാറിലെ ചരിത്രം വിളിച്ചോതുന്ന പ്രധാനപ്പെട്ട സ്രോതസ്സുകളാണ്. ഓക്കെ, അതേപോലെ തന്നെ പരാമർശിക്കുന്ന മറ്റൊരു കാര്യം ഇന്ദുലേഖ എന്നുള്ള കൃതി ആരുടേതാ? ചന്തുമേനോൻ്റെത്. ചോദിക്കുന്നതാണല്ലേ, എപ്പോഴും PSC ആവർത്തിക്കുന്ന കാര്യം തന്നെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഇത്തരം സാഹിത്യ കൃതികളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. മണിപ്രവാള കൃതികൾ, അതേപോലെ തന്നെ വടക്കൻ പാട്ടുകൾ, അതേപോലെ തന്നെ ഇന്ദുലേഖ, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കേട്ടിരുന്ന് പോയിക്കൂടാം. അടുത്തത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം, സ്റ്റാർ ഇട്ട് പഠിച്ചോളുക. PSC ചോദിക്കുന്ന കാര്യങ്ങളാണ്, ചോദിച്ച കാര്യങ്ങളാണ്. അതായത് കേരളത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ള വിദേശ സഞ്ചാരികൾ ഇവര് എവിടത്തുകാരായിരുന്നു എന്ന രീതിയിലാണ് ചോദ്യം ഉണ്ടാവാറുള്ളത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടതാണ് ഇൻഡിക്ക എന്നുള്ള കൃതി രചിച്ചിട്ടുള്ള മെഗസ്തനീസ് അല്ലെ. അദ്ദേഹം ഒരു ഗ്രീക്ക് അല്ലെങ്കിൽ ഗ്രീസ് സഞ്ചാരിയാണ്. ഓക്കെ, അപ്പം അടുത്ത രണ്ട് സഞ്ചാരികൾ പേർഷ്യൻ സഞ്ചാരികളാണ്. സുലൈമാൻ അബ്ദുൾ റസാഖ്. ഓക്കെ, സുലൈമാനും അബ്ദുൾ റസാഖ്. ഓക്കെ, പേർഷ്യ എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇറാൻ അല്ലെ. ഇറാന്റെ ആദ്യകാല പേരാണ് പേർഷ്യ എന്നത് ഇറാന്റെ ആദ്യകാല പേരാന്ന് മനസ്സിലാക്കി വെക്കാം. അവിടെ നിന്നുള്ള സഞ്ചാരികളായിരുന്നു സുലൈമാൻ ആയാലും അബ്ദുൾ റസാഖ് ആയാലും. ഓക്കെ, അടുത്തതായിട്ട് ഒരു വെനീസ് സഞ്ചാരി ആയിരുന്നു ആര്? മാർക്കോ പോളോ വെനീസ് സഞ്ചാരി. ഇബ്നു ബത്തൂത്ത മൊറോക്കൻ സഞ്ചാരി കേട്ടോ. ഇബ്നു ബത്തൂത്ത മൊറോക്കൻ സഞ്ചാരി. നിക്കോളോ കോണ്ടി വെനീസ് സഞ്ചാരി ആയിട്ടുള്ള അടുത്തൊരു വ്യക്തി. ഓക്കെ, അതാണിത് നിക്കോളോ കോണ്ടി. അപ്പം മാർക്കോ പോളോ, നിക്കോളോ കോണ്ടി ഒക്കെ എവിടുത്തുകാരാ? വെനീസ് സഞ്ചാരികളല്ല. നെക്സ്റ്റ് മഹ്വാൻ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മഹ്വാൻ ചൈനീസ് സഞ്ചാരിയാണ്. ഓക്കെ, അതേപോലെ തന്നെ ബാർബോസ, ഓക്കെ, പോർച്ചുഗൽ സഞ്ചാരിയാണ്. അപ്പം മഹ്വാൻ, അതേപോലെ തന്നെ മാർക്കോ പോളോ, നിക്കോളോ കോണ്ടി, അതേപോലെ തന്നെ മെഗസ്തനീസ്, ഇതൊക്കെയാണ് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ഈ ഭാഗത്ത് നിങ്ങൾ കൊടുക്കേണ്ടത്. ഓക്കെ, ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട മറ്റൊരു പേരും ഇബ്നു ബത്തൂത്ത. കിട്ടല്ലോ. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഭാഗത്ത് നമ്മുടെ കേരളത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ള കുറച്ച് വിദേശ സഞ്ചാരികൾ. അടുത്തായിട്ട് മറ്റൊരു കാര്യം ഇങ്ങനെ പറയുന്നുണ്ട്, പ്രാദേശിക ചരിത്ര രചനാ സ്രോതസ്സുകളെ കുറിച്ച് പറയുന്നുണ്ട് പാഠപുസ്തകത്തിൽ. അതിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്നത് പ്രാദേശിക നിരീക്ഷണം, ഓർമ്മകൾ, അതായത് ചില വാമൊഴികളൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കാറുണ്ട്. സ്ഥലനാമ ചരിത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട്, കുടുംബ ചരിത്രം, ഔദ്യോഗിക രേഖകൾ, പണയ രേഖകൾ, ആധാരങ്ങൾ, നാട്ടറിവുകൾ, ആചാരാനുഷ്ഠാനങ്ങൾ, അതേപോലെ തന്നെ പാട്ടുകൾ, ഇതൊക്കെ ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ജസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. പാഠപുസ്തകത്തിൽ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ശരിയല്ലോ. ഇനി അടുത്തായിട്ട് പ്രാദേശിക നിരീക്ഷണത്തിലൂടെ ചരിത്ര രചനയ്ക്ക് ആവശ്യമായ മറ്റെന്തെല്ലാം വിവരങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും എന്നൊക്കെ കുട്ടികളോട് ചോദിക്കുന്നുണ്ട്. ആ രീതിയിൽ ആഹാരം, വസ്ത്രം, പാർപ്പിടം, ആരോഗ്യം, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഏതൊക്കെയായിരുന്നു ഓരോ ഭാഗത്തുണ്ടായിരുന്നത് എന്നൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ ഏതിലൂടെ പറ്റും? പ്രാദേശിക നിരീക്ഷണത്തിലൂടെ ചരിത്രത്തിന് ആവശ്യമായിട്ട് മറ്റെന്തെല്ലാം വിവരങ്ങൾ നമുക്ക് കണ്ടെത്തുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഓർത്ത് വെക്കേണ്ട കാര്യം, സ്ഥലനാമ ചരിത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കോഴിക്കോടിന് ആ പേര് കിട്ടിയ എങ്ങനെയെന്ന്. ഓക്കെ, അതായത് കോഴിക്കോടിന് ആ പേര് കിട്ടാൻ കാരണം ഇതാണ്, കോയിൽ, അതായത് കൊട്ടാരം, അതേപോലെ തന്നെ കോട്ട എന്നുള്ള രണ്ട് പേരുകൾ. അപ്പം അങ്ങനെയാണ് കോഴിക്കോട്ട എന്ന രീതിയിൽ എന്തായിട്ട് മാറുന്നത്? കോഴിക്കോട്ടായിട്ട് മാറുന്നത്. ഓക്കെ, അതായത് കൊട്ടാരം എന്നാണ് കോയിൽ എന്ന പദത്തിന്റെ അർത്ഥം, മനസ്സിലാക്കി വെക്കേണ്ട കേട്ടോ. ഓക്കെ, അപ്പോൾ കോട്ട കൊണ്ട് സംരക്ഷിച്ചിരുന്ന കൊട്ടാരം എന്നാണ് കോഴിക്കോട്ട അല്ലെങ്കിൽ കോഴിക്കോടിന്റെ അർത്ഥം കേട്ടോ. ഓക്കെ, അങ്ങനെയാണ് ചരിത്രകാരന്മാര് കോഴിക്കോടിന്റെ പേര് വന്നത് എന്ന രീതിയിലാണ് പറയുന്നത്. അപ്പം കോട്ട കൊണ്ട് സംരക്ഷിക്കപ്പെട്ട കൊട്ടാരം എന്നാണ് കോഴിക്കോടിന്റെ മീനിങ് ആയിട്ട് ചരിത്രകാരന്മാർ പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ തൃശ്ശൂർ, കണ്ണൂർ, തലശ്ശേരി പോലെയുള്ള പ്രദേശങ്ങൾക്കൊക്കെ എന്തുണ്ട്, അങ്ങനെയുള്ള പേരുകളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം പറയുന്നു. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ കേരളത്തിൽ
അല്ലെങ്കിൽ ഊര് എന്ന് പറയുന്ന പ്രദേശങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ഊർ എന്നുള്ള വാക്കിന്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചേരിയാണ്. ഊർ എന്നുള്ള വാക്കിന്റെ മീനിങ് ചേരിയാണ്. അപ്പോൾ കോയിൽക്കോട്ട, ഓക്കെ, അല്ലെങ്കിൽ കോട്ട കൊണ്ട് സംരക്ഷിക്കപ്പെട്ട കൊട്ടാരം എന്നാണ് കോഴിക്കോട് എന്നുള്ള വാക്കിന്റെ മീനിങ്. ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ആ രീതിയിലൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ടും പാഠപുസ്തകത്തിൽ നമുക്ക് PSC പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കാനുള്ളത്. ഓക്കെ, സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. വളരെ കുറച്ച് പോയിൻ്റാണ് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കി പഠിക്കാനൊക്കെ ഉള്ളൂ. ഓക്കെ, സിമ്പിളാണ്, പക്ഷേ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ പോയിന്റ് ഔട്ട് ചെയ്യേണ്ട പോയിന്റുകൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് പഠിച്ചുള്ള കൃത്യമായിട്ട് ചോദ്യങ്ങൾ ആവർത്തിക്കാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ക്ലാസ്സിൽ, അതായത് 7ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ തന്നെ സയൻസ് വിഷയങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.